ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കനും ബ്രെഡൊക്കെ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ബ്രെഡും ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ട് അതിന് ഉള്ളിൽ ചിക്കൻ്റെ ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ താഴെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എല്ലില്ലാത്ത ചിക്കൻ്റെ കഷ്ണം എടുത്തിട്ട് അത് മാക്സിമം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്യുക. 1 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നാക്കി മിക്സാക്കി എടുക്കുക. അതാ ഞാൻ നല്ലോണം ഒന്ന് മസാലയ്ക്ക് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അഴിച്ചു വെച്ചിട്ട് ഒരു മിനിമം 15 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെക്കുക. വെച്ചതിന് ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചിക്കൻ്റെ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറഞ്ഞ തീയിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. അതിന് അധികമായിട്ട് ഡ്രൈ ആയിട്ട് പോകാൻ പാടില്ല. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അധികമായിട്ട് ഡ്രൈ ആയി പോകണ്ട. ഇനി നമുക്കിത് ഒന്നുകിൽ വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കുക. അതല്ലെങ്കിൽ ഇതുപോലെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചാലും മതി. ഞാനിപ്പോൾ ഒരു സൈഡിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ബാക്കിയുള്ള ഈ ഓയിൽ തന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ചതച്ചെടുത്തതാണ്. അതൊന്ന് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്നാൽ നമുക്കിതിലേക്ക് ഒരു വലിയ സവാള ചെറുതാക്കി ഒന്ന് നുറുക്കിയെടുത്തതാണ് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതാണെങ്കിൽ 2 സവാള എടുക്കുക. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ ഒരു സവാള അധികമായിട്ട് വാടി പോകേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ഇപ്പോൾ സവാള ഒന്ന് ചെറുതായി വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി, സ്പൂണ് ഗരം മസാല, പിന്നെ 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഈ മസാലയുടെ പച്ചമണം ഒന്ന് മാറി വന്നാൽ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് ഞാനൊരു 5 കഷ്ണം ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിതുപോലെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെള്ളം ഇതിന് മേലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഉടച്ച് വെച്ചതാണ്. അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കുക. ഉരുളക്കിഴങ്ങും ബ്രെഡൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഓരോ ഉരുളയാക്കിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഇനി ഇതിനുള്ളിൽ നേരത്തെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഫില്ലിങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് അമർത്തിയിട്ട് നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കുക. ഞാൻ ഇതുപോലെ തന്നെ ഈ ഒരു ഉന്നക്കായൻ്റെ ആ ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്.
ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. മസാല പുറത്തേക്ക് വന്നതിൽ കുഴപ്പമൊന്നുമില്ല. നമ്മളിത് ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് കോട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് വന്നതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ ഞാൻ എല്ലാതും ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കുക. ഇതിൽ നമുക്കിതൊന്ന് മുക്കിയെടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ബ്രെഡ് ക്രംസും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ളത് ഓരോന്ന് ഇതിലേക്ക് മാവിലേക്ക് ആദ്യം ഒന്ന് മുക്കിയെടുത്തിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഈ സമയത്ത് നമുക്ക് റൗണ്ടാക്കി എടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ ഈ സമയത്ത് നല്ല ഷേപ്പാക്കി എടുക്കുക. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനായിട്ട് ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമുക്കിത് തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക. ഇത് എണ്ണയിലേക്ക് ഇട്ട ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത്. ഒരു ഭാഗം ഗോൾഡൻ കളറായി വന്നാൽ നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ആദ്യത്തേത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ബ്രെഡും ചിക്കനൊക്കെ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ബ്രെഡും ഉരുളക്കിഴങ്ങും ഉള്ളിൽ ചിക്കൻ്റെ ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ താഴെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്